നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഇപ്പോ നമ്മുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോ താലിബാനുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. ശരിക്കും ഇന്ത്യയുടെ താല്പര്യമല്ല, താലിബാന്റെ താല്പര്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം അടുത്ത് മുന്നോട്ട് പോകണമെന്ന്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇതിനുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാൻ പ്രയത്നം നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ വിജയകരമായ ഒരു ചർച്ച കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്നു. ഇതിൽ ചില സവിശേഷതകളുണ്ട്. ഇപ്പോൾ ലോകമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് BBC ഇന്ത്യ വളരെ പ്രകീർത്തിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം വളരെ വിശദമായൊരു അനാലിസിസ് BBC പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യയുടെ അത്ഭുതകരമായ നയതന്ത്രം എന്നാണ് ആ ലേഖനത്തെ BBC വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖിയുമായി ദുബായിൽ വെച്ച് നടത്തിയ ഒരു കൂടിക്കാഴ്ച ഏതാനും ദിവസങ്ങളായതേ ഉള്ളൂ. ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ലോകം നൽകുന്നത്. കാരണം താലിബാനുമായി ഇന്ത്യ അടുക്കുന്നു. ഇന്ത്യ കാലങ്ങളായി ചെകുത്താനും കടലിനും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യം. ഒരു വശത്ത് ചൈന, മറുവശത്ത് പാകിസ്ഥാൻ, 2 ശത്രുക്കൾ. ഈ ശത്രുക്കൾക്കിടയിൽ ഇന്ത്യ ഇങ്ങനെ നിലകൊള്ളുന്ന നിരവധി വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. മുൻപൊരിക്കൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപ് പോലും ഇപ്പോൾ 20-ാം തീയതി വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്നു. ചൈന എന്ന ശത്രു രാജ്യത്തിനെതിരെ ഇന്ത്യക്കൊപ്പം എല്ലാ കാലത്തും അമേരിക്ക ഉണ്ടാവും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പോൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ആക്രമണം ഒരേ തലത്തിൽ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ അതിമാരകമായ മറ്റൊരു നയതന്ത്ര പ്രഹരമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. അതിന് വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. 2021 താലിബാൻ അഫ്ഗാൻ ഭരണം പിടിക്കുന്നു. അമേരിക്കൻ സേന അന്ന് കാബൂളിൽ നിന്ന് വിമാനത്തിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുമ്പോൾ അന്ന് കാബൂളിലേക്ക് ആ വിമാനത്താവളത്തിലേക്ക് ഓടിയെടുക്കുന്ന വലിയ ജനസഞ്ചയത്തെ നമ്മളിപ്പോഴും ഓർക്കുന്നു. ഏതെങ്കിലുമൊക്കെ വിമാനങ്ങളിൽ കയറിക്കൂടാൻ അവർ കാണിച്ച മരണവെപ്രാളം. ചിലർ ഈ വിമാനത്തിന് ചക്രത്തിൽ പിടിച്ചു കിടക്കുന്നു, ചിലർ ചിറകിൽ തൂങ്ങി നിൽക്കുന്നു. ലോകരാജ്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുന്നു. അന്ന് അഫ്ഗാൻ മണ്ണിൽ നിന്ന് നിരവധി ആളുകൾ, ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് അഭയാർത്ഥികളായി പോയി. അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വലിയ സന്തോഷത്തോടെ പാകിസ്ഥാൻ്റെ പ്രഖ്യാപനം. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ISI മേധാവി കാബൂളിലെത്തിയ വാർത്ത നമ്മൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ സർക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളൊപ്പമുണ്ട്. ഇതായിരുന്നു അന്ന് പാകിസ്ഥാൻ്റെ പ്രഖ്യാപനം. താലിബാൻ ഭരണത്തിലേറിയപ്പോൾ പാകിസ്ഥാൻ ഏറെ സന്തോഷിച്ചു. കാരണം തങ്ങളുടെ ഏറ്റവും വലിയ മിത്രം അമേരിക്കൻ സേനയ്ക്കെതിരെ യുദ്ധം നടത്താൻ അന്ന് താലിബാന് രഹസ്യമായി പണവും ആയുധങ്ങളുമൊക്കെ കൈമാറിയ പാകിസ്ഥാൻ പലവട്ടം അമേരിക്ക ഇത് ആരോപണം ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ നേർക്ക് വലിയ ശകാരങ്ങൾ അമേരിക്ക ചൊരിഞ്ഞിരുന്നു. അപ്പോൾ അത്തരമൊരു താലിബാൻ അധികാരത്തിലേറിയപ്പോൾ പാകിസ്ഥാൻ ഇരട്ടി ശക്തിയായോ എന്ന് ഇന്ത്യ പോലും ആ സമയത്ത് ശങ്കിച്ചു. കാരണം താലിബാൻ ഭരണത്തിലേറുമ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ ജാഗ്രതയിലായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാശ്മീർ മേഖലയിൽ വലിയ താലിബാൻ പിന്തുണയുള്ള ഭീകരർ പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യയിൽ അവർ ഭീകരാക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും താലിബാൻ അധികാരത്തിൽ അഫ്ഗാനിസ്ഥാനിൽ എത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ മറ്റൊരു ഇസ്ലാമിക തീവ്ര രാഷ്ട്രമാകുമെന്നും അതിൻ്റെ പ്രതിഫലനങ്ങൾ കാശ്മീരിലേക്ക് പകരുമെന്നുമൊക്കെ നമ്മൾ ഭയപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് 3 വർഷങ്ങളിൽ എന്താണ് ഈ മധ്യേഷ്യൻ പ്രദേശത്ത് സംഭവിച്ച അത്ഭുതം? അതിന് ഇപ്പോൾ മുഖ്യമായി ലോകമാധ്യമങ്ങൾ വാഴ്ത്തുന്നത് അജിത് ഡോവലിനെയാണ്. ഇത് ഡോവൽ തന്ത്രം എന്നാണ് ഇപ്പോൾ BBC പറഞ്ഞിരിക്കുന്നത്. ഡോവലിൻ്റെ ഏറ്റവും മികച്ച നയതന്ത്രമെന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത്. മറ്റു മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ താലിബാൻ ഇന്ത്യ ഇങ്ങെടുത്തു. താലിബാനെ ഇന്ത്യ എടുക്കുമ്പോൾ താലിബാൻ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി ഇപ്പോൾ പാകിസ്ഥാനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്ന ഷഹബാസ് സർക്കാർ തീർത്തും പ്രതിരോധത്തിലായിരിക്കുന്നു. പാകിസ്ഥാനിൽ ഭീകര സംഘങ്ങളെന്ന് പാകിസ്ഥാൻ ഭരണകൂടം വിലയിരുത്തുന്ന TDP, തെഹ്രിക്ക താലിബാൻ, മറ്റൊന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. ആ ബലൂച്ച് സേനയും TDPയും ചേർന്ന് പാകിസ്ഥാൻ ഔദ്യോഗിക ഭരണകൂടത്തിനെതിരെ, സേനയ്ക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ലോകമാധ്യമങ്ങൾ ഭയപ്പെടുന്നത് പാകിസ്ഥാൻ 3 കഷ്ണങ്ങളായി ചിതറുമോ എന്നാണ്. ഇത്തരം ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ അത് ഏറ്റവും വിനാശകരമായ ഒരു അപകട സാധ്യതയാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. കാരണം ഒരു പരാജയപ്പെട്ട ആണവായുധ ശക്തിയുള്ള രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. പൂർണ്ണമായും ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ച പാകിസ്ഥാൻ ഇമ്രാൻഖാൻ അനുകൂലികളുടെ വലിയ പ്രതിഷേധങ്ങൾക്ക് മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ രാജ്യത്ത് വലിയ തോതിൽ ഇപ്പോൾ ഭീകരപ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു. മറുവശത്ത്
TDP പോലുള്ള ഈ ഭീകര സംഘങ്ങളുടെ ലക്ഷ്യം പാകിസ്ഥാനെ ഒരു തീവ്ര ഇസ്ലാമിക് രാജ്യമാക്കുക, ആ ഭരണത്തിൽ കൊണ്ടുവരിക എന്നതാണ്. അവർക്ക് വേണ്ട ആയുധങ്ങളും പണവും ഒക്കെ താലിബാൻ വലിയ തോതിൽ ഒഴുക്കുന്നു. അഫ്ഗാന്റെ പല പ്രദേശങ്ങളിൽ ഈ ഭീകര സംഘങ്ങൾക്ക് വേണ്ടത്ര പരിശീലനം നടക്കാൻ ഭീകര ക്യാമ്പുകൾ അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഒരു മാസം മുമ്പ് വളരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാൻ. അവർ അവകാശപ്പെടുന്നത് TDPക്ക് പരിശീലനം കൊടുക്കുന്ന ക്യാമ്പുകളെയാണ് തങ്ങൾ ആക്രമിച്ചതെന്ന്. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു. ഡ്യൂറൻ ലൈനിന് അപ്പുറത്ത് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നിരന്തര ആക്രമണങ്ങൾ താലിബാൻ സേന തന്നെ നടത്തി. നിരവധി പോസ്റ്റുകൾ തകർത്തു. 2024 പാക് സുരക്ഷാ സേനയുടെ 940ഓളം സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു. ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുന്നു. ഇപ്പോൾ വലിയൊരു യുദ്ധകാഹളമാണ് മുഴങ്ങിയിരിക്കുന്നത്. താലിബാൻ ഏത് തലത്തിൽ ഇനി പാകിസ്ഥാനിലേക്ക് ഇരച്ചെത്തും, കയറും, ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തും. കാരണം TDPയെ സംബന്ധിച്ച് താലിബാന്റെ പരിപൂർണ സഹകരണത്തോടെ പാക് ഭരണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യം. പഷ്തൂൺ വിഭാഗമാണ് ഏറ്റവും വലിയ തലവേദന ഉയർത്തുന്നത്. കാരണം ഡ്യൂറൽ ലൈനിൻ്റെ 2 വശങ്ങളിലായി ഏകദേശം 4 കോടി പഷ്തൂൺകാരുണ്ട്. അവർ പോരാട്ട വീര്യം അക്ഷരാർത്ഥത്തിൽ പേറുന്നവരാണ്. അവർ ഏതെങ്കിലും തലത്തിൽ ഔദ്യോഗിക പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞാൽ, ആയുധങ്ങൾ എടുത്താൽ, ഇപ്പോൾ അതിൻ്റെ സൂചനകളാണ് കണ്ടു തുടങ്ങിയത്, പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു സമ്പൂർണ്ണ തകർച്ചയിലേക്കാവും കാര്യം. ഈ കഴിഞ്ഞ ഏറ്റവും അടുത്ത് അതായത് റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുന്നു, അതോടൊപ്പം ഇസ്രായേൽ പലസ്തീൻ വിഷയം നടക്കുന്നു, ഇറാനുമായിട്ടുള്ള പോർവിളികൾ നടക്കുന്നു, ഏറ്റവും ഒടുവിൽ സിറിയയിലെ സംഭവം. ഇതൊക്കെ തന്നെ ഒരു തരത്തിൽ ഈ പറയുന്ന തെഹ്രീക്ക് താലിബാനും ഒപ്പം ബലൂച്ച് ആർമിക്കും വലിയ തോതിലുള്ള പോരാട്ട വീര്യം പകരുന്നുണ്ട്. 2021 മുതൽ തന്നെ അവർ കരുതുന്ന ഒരു വിഷയമുണ്ട്. അഫ്ഗാനിസ്ഥാൻ താലിബാന് പിടിച്ചടക്കാമെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനും പിടിച്ചടക്കിക്കൂടാ, തങ്ങൾക്ക് ഭരിച്ചുകൂടാ? ഇങ്ങനെയുള്ള ഒരു ചോദ്യം അവിടുത്തെ സൈനിക ഭരണത്തെ പോലും അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെല്ലാം എന്നുള്ള ഒരു തീരുമാനം. നേരത്തെ തന്നെ സാർ പരാമർശം പോലെ തന്നെ 3 ഭാഗങ്ങളായി വിഭജിക്കുക, ഈ തീരുമാനമൊക്കെ തന്നെ വരുമ്പോൾ ശരിക്കും പറയേണ്ടത് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഒരു പ്രവൃത്തിയല്ലേ സംഭവിച്ചിരിക്കുന്നത്. സിറിയ ഇപ്പോൾ വലിയൊരു പാഠമായിരിക്കുന്നു. സിറിയൻ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ച മറ്റ് വിമത സഖ്യങ്ങളെ പൂർണ്ണമായി ഉണർത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ പാകിസ്ഥാനിലും കാണുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ്. നമ്മൾ കാണാത്ത, നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത മറ്റൊരു വലിയ ചരിത്ര കഥയുണ്ട്. അഫ്ഗാന്റെ ഒരു 2 പതിറ്റാണ്ടിൻ്റെ ചരിത്രം എടുത്താൽ ഏകദേശം വലിയ ഒരു സഹായം ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, അവിടുത്തെ പരിശീലന കാര്യങ്ങളിൽ, സ്കൂൾ, ആരോഗ്യ മേഖലകൾക്ക്, എന്തിനേറെ പാർലമെന്റ് മന്ദിര നിർമ്മാണത്തിൽ പോലും ഇന്ത്യയുടെ സഹായത്തെക്കുറിച്ച് നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. ഈ 2 പതിറ്റാണ്ടായി തുടർന്ന ഈ സഹായം ഇന്ത്യ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യ പകച്ചു പോകും എന്നാണ് പൊതുവെ ലോകം കരുതിയത്. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യ സഹായങ്ങൾ തുടർന്നു. മനുഷ്യ പരിഗണന വെച്ച് കഴിഞ്ഞ 3 വർഷമായി ആ സഹായം തുടർന്നു. ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായ മറ്റൊരു കഥയാണ്. ഇന്ത്യ സഹായം തുടർന്നത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര നീക്കമായിരുന്നുവെന്ന്. കാരണം താലിബാനെ ഒട്ടും പിടക്കാതെ, താലിബാനെ വളരെ സൂക്ഷ്മതയോടെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയി. താലിബാൻ ഭരണത്തെ ഇതുവരെ ഒരു ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യ വളരെ സമർത്ഥമായ ചില കരുക്കൾ നീക്കി. കാരണം ഇന്ത്യയുടെ എംബസിയുടെ പ്രവർത്തനം 2021 അവസാനിപ്പിച്ചുവെങ്കിൽ ഒരു നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ കാബൂളിൽ നിർത്തി. ഈ നയതന്ത്ര പ്രതിനിധി അനൗപചാരികമായി പ്രവർത്തിക്കുന്നയാളാണ്. അപ്പോൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം, കബൂളിലെ ഭരണം ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ് ഇതുവഴി ഇന്ത്യ അദൃശ്യമായ രീതിയിൽ. എന്നാൽ പഴയ അഫ്ഗാൻ എംബസി ഉദ്യോഗസ്ഥരെ കാബൂളിൽ താലിബാൻ അധികാരത്തിലേറിയതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇന്ത്യ അവരുടെ പ്രവർത്തന അനുമതി ഇന്ത്യയിൽ നിഷേധിച്ചു. അവർക്ക് വിസ പുതുക്കി കൊടുത്തില്ല. അപ്പോൾ പഴയ ഭരണകൂടത്തെ ഇന്ത്യ നിഷേധിച്ചു എന്ന് കാബൂളിലെ പുതിയ ഭരണകൂടത്തിന് ബോധ്യമായി. മറുവശത്ത് കാബൂളിലെ പുതിയ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിക്കുന്നതിൻ്റെ ലക്ഷണമായി നയതന്ത്രജ്ഞൻ്റെ അനൗപചാരിക ഇടപെടലുകൾ. അപ്പോൾ ചരിത്രപരമായൊരു വലിയ നീക്കമാണ് ഇന്ത്യ നടത്തി. ഇന്ത്യക്ക് മറ്റൊരു വലിയ ലക്ഷ്യമുണ്ട്. ഒന്ന്, ചബഹാർ തുറമുഖം. അത് ഇറാനിലേക്കുള്ള ഒരു വാതായനം മാത്രം. ഇറാൻ്റെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ, അതിലപ്പുറത്തേക്ക് വിശാലമായ മധ്യേഷ്യ, റഷ്യ. അപ്പോൾ ബോംബെയിൽ നിന്ന് നേരെ ചബഹാർ തുറമുഖത്തെത്തി മധ്യേഷ്യയിലേക്കുള്ള ആ വ്യവസായ വാണിജ്യ ഇടനാഴിയിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ കഴിയുന്നു. അതൊരു ഇന്ത്യയെ സംബന്ധിച്ച് വരും നാളുകളിൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാകും എന്ന് ലോകം പ്രവചിക്കുന്നതിൻ്റെ വലിയ കാരണമാണത്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ്റെ 2 തുറമുഖങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായി. പാകിസ്ഥാൻ വലിയ തോതിൽ ഇന്ത്യക്ക് ട്രാൻസിറ്റ് വിസകൾ കൊടുക്കുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ വഴിയുള്ള ചരക്ക് നീക്കം ഏറെക്കുറെ നിലച്ച മട്ടിലാണ്.
അപ്പോഴാണ് അതിനേക്കാളൊക്കെ എളുപ്പമാർഗം വളരെ ശക്തമായ നീക്കം ഇപ്പോൾ ചബഹാർ തുറമുഖം ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തുന്നത്. പാകിസ്ഥാനെ വിശ്വസിക്കാത്ത, പാകിസ്ഥാനെ ശത്രുവായി പ്രഖ്യാപിച്ച താലിബാൻ ഭരണകൂടം ഈ ചബഹാർ തുറമുഖത്തിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുമായുള്ള ചങ്ങാത്തം ശക്തിപ്പെടുത്തുന്നു. ചബഹാർ തുറമുഖത്തിലൂടെ ഇറാൻ, റഷ്യ അങ്ങനെ ഒരു വലിയ പാലം ഇന്ത്യ തീർക്കുന്നു. റഷ്യ എല്ലാ കാലത്തും ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യമാണ്. ഇന്ത്യ യുദ്ധത്തിൽ 1971 പരസ്യമായി അന്ന് ഒരു ഓപ്പൺ സ്റ്റാൻഡ് എടുത്ത രാജ്യമാണ്. പിന്നീട് ഒരിക്കൽ പോലും റഷ്യ പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ കണ്ണ് പായിക്കാത്തതിൻ്റെ മുഖ്യ കാരണം ഇന്ത്യയെ പിണക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. നാറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി അമേരിക്കയുമായി ഇന്ത്യ സൗഹൃദം തുടരുമ്പോൾ തന്നെ റഷ്യയെ തങ്ങളുടെ ഒരു സൗഹൃദ പങ്കാളിയായി ഇന്ത്യ നിലനിർത്തുന്നു. ആ ഒരു തന്ത്രം, ഒരു വശത്ത് റഷ്യ, മറുവശത്ത് ഇറാൻ, ഇതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ ലോകം അമ്പരന്ന് നോക്കുന്നത്. താലിബാനെ കയ്യിലെടുത്ത ഇന്ത്യ. ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലയളവിൽ ഈ കൊറോണ സമയത്തൊക്കെ തന്നെ ഒട്ടനവധി വാക്സിൻ കൊടുത്ത് വലിയ രീതിയിൽ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. അതിനുശേഷം ഭക്ഷ്യധാന്യങ്ങളായിട്ടായിരുന്നാലും മാനുഷിക സഹായങ്ങൾ എന്ന രീതിയിൽ പല രീതിയിൽ നല്ല രീതിയിൽ പണം ഇന്ത്യ ചെലവഴിച്ചിട്ടുണ്ട്. അതിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ വലിയ തലവേദനയാകുമെന്ന 100% ഉറപ്പ് ഇന്ത്യക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനും താലിബാനും തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൂടുതൽ മുതലെടുക്കാൻ ഇന്ത്യക്ക് ഏത് രീതിയിൽ സാധിക്കും? ലോകത്തിലെ ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇന്ത്യയുടെ ശക്തമായ കരുനീക്കങ്ങളാണ് ഈ താലിബാനും പാകിസ്ഥാനും തമ്മിൽ ഇത്ര വലിയ ശത്രുതയിലെത്തിയതെന്നാണ്. കാരണം പാകിസ്ഥാനുള്ളിലെ ഭീകര സംഘങ്ങൾക്ക് വലിയ തോതിൽ ആയുധങ്ങളും പണവും എത്തി. അത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യയെ വല്ലാണ്ട് പഴിക്കുന്നുണ്ട് പാകിസ്ഥാൻ. താലിബാൻ ഭരണകൂടത്തിന് അഫ്ഗാൻ ഇതുവരെ ഒന്ന് നേരെ നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർക്ക് തൊട്ടടുത്തുള്ള അയൽ രാജ്യത്തെ തങ്ങളുടെ തീവ്രവാദ സംഘങ്ങൾക്ക് ഇത്രയേറെ പണം നൽകി അവരെ സഹായിക്കാൻ കഴിയുമോ? ഈ ഒരു സംശയം ബംഗ്ലാദേശ് ഈ അടുത്ത കാലത്തായി ഉയർത്തിയിരുന്നു. തൊട്ടടുത്തുള്ള മണിപ്പൂർ, അതിനപ്പുറത്ത് അരാക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ സെന്റ് മൈക്കിൾസ് ദ്വീപ് പിടിച്ചെടുത്തു. അപ്പോൾ അത് ഇന്ത്യയുടെ സഹായം കൊണ്ടാണ് ബംഗ്ലാദേശ് അതിർത്തി കടന്ന് അരാക്കൻ സൈന്യത്തിന് എത്താൻ കഴിഞ്ഞത്. അരാക്കൻ സൈന്യത്തിന് ഇപ്പോൾ കിട്ടുന്ന സൈനിക സഹായവും പണവും ആയുധങ്ങളും ഒക്കെ ഇന്ത്യ നൽകിയതാണ് എന്ന ആരോപണം ഒരു വശത്ത് ഇന്ത്യ കേൾക്കുന്നുണ്ട്. അപ്പോൾ മറുവശത്ത് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മധ്യേഷ്യയിൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി ഉയരുന്നു എന്ന് മാത്രമല്ല, മറുവശത്ത് ഒരു സൈനിക ശക്തിയായി ഇന്ത്യ മാറുന്നു, കരുത്ത് കാട്ടുന്നു. അതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും ഒരു പ്രധാന ആവശ്യമായി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വിസ നൽകണമെന്നും ഇന്ത്യയിലേക്ക് വരാൻ അനുവദിക്കണമെന്നും ഒക്കെ തന്നെയാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ പ്രധാനമായി നോക്കിക്കാണുന്നത് 2021 ശേഷം അത് അവസാനിപ്പിച്ചതിന്റെ കാര്യം ഇന്ത്യക്കുള്ളിൽ മറ്റ് പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോ ഭീകരവാദ ബന്ധങ്ങളോ സ്ഥാപിക്കപ്പെടുമെന്നുള്ള ഭയം മുൻനിർത്തി തന്നെയാണ്. കടുത്ത താക്കീതാണ് അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുള്ളത്. എന്നിരുന്നാലും അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വരുംകാല ഭാവി എന്തായിരിക്കുമെന്നുള്ള ആശങ്കയും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയല്ലേ? അല്ല, ഇന്ത്യ ഹ്രസ്വകാല മെഡിക്കൽ വിസകൾ ധാരാളം നൽകുന്നുണ്ട് അഫ്ഗാൻ പൗരന്മാർക്ക്. അതിൻ്റെ തുടർച്ചയാണ് ഒരു പരിധിവരെ ഈ വിദ്യാഭ്യാസ വിസകളുടെ കാര്യത്തിൽ ഇന്ത്യ അനുവർത്തിക്കാൻ പോകുന്നത്. ഈ അഫ്ഗാൻ മണ്ണുമായി പൗരാണികമായി ഇന്ത്യക്ക് വലിയ ബന്ധമുണ്ട് ഭാരതത്തിന്. കാരണം വ്യാവസായികമായിട്ട് അഫ്ഗാൻ പൗരന്മാർ നിരവധി ഇന്ത്യയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. വാണിജ്യപരമായ വലിയ ബന്ധങ്ങൾ ഇന്ത്യക്കും അഫ്ഗാനിനും ഇടയിലുണ്ട്, സാംസ്കാരികമായിട്ടുണ്ട്. അപ്പോൾ ചരിത്രപരമായ പല ഇടപെടലുകളുടെയും കഥ ഇന്ത്യ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനെ. താലിബാന്റെ ഒരു വലിയ വിശ്വാസവും അത് തന്നെയാണ്. താലിബാനെ സംബന്ധിച്ച് അമേരിക്ക പിൻവാങ്ങിയതിന് ശേഷം അവർക്ക് ശക്തമായ ലോകരാജ്യങ്ങളുടെ പിന്തുണയില്ല എന്നത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ പാകിസ്ഥാൻ ഒരു ശക്തിയിലേക്ക് വന്നാൽ അവർക്ക് പലതരത്തിൽ അഫ്ഗാനെ ദുർബലപ്പെടുത്താൻ കഴിയും. അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഈ താലിബാൻ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ത്യയാണ് തങ്ങൾക്ക് കൂടുതൽ അഭികാമ്യം എന്നവർ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. ഇന്ത്യ ശത്രുവിനെ പാലൂട്ടി വളർത്തുന്നു, പക്ഷേ സൂക്ഷ്മതയോടെ വേണം. എപ്പോൾ വേണമെങ്കിലും താലിബാൻ തങ്ങളുടെ തനി സ്വഭാവം കാട്ടാം എന്നൊക്കെ ഭയപ്പെടുത്തുന്നവരുണ്ട്. പക്ഷെ അവർക്ക് മുന്നിൽ ഏറ്റവും തിളക്കമാർന്ന അത്ഭുതകരമായ ഒരു നയതന്ത്ര നീക്കങ്ങളാണ് ഇന്ത്യ പുറത്തെടുക്കുന്നത്. അതിൽ ജയശങ്കർ, ഡോവൽ ടീം വല്ലാതെ ഈ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര നീക്കം അത് വലിയ വിജയത്തിലേക്ക് തന്നെ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും. നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.